ജീവൻ മുക്തി വിവേകം വാസനാക്ഷയപ്രകരണം ഓഡിയോ ബുക്ക് തുടരുന്നു. ശാസ്ത്രവാസനയും അഹങ്കാരവും. ശാസ്ത്രവാസന പാഠാദി വ്യസനങ്ങളിൽ കലാശിക്കുന്നതുപോലെ അഹങ്കാരഹേതുവായും ഭവിക്കുന്നു. ഛാന്തോക്യോപനിഷത്തിലെ 6-ാം അധ്യായത്തിലുള്ള ശ്വേതകേതുവിൻ്റെ ചരിത്രം ഇതിന് തെളിവാണ്. 12 കൊല്ലത്തെ ഗുരുകുലവാസം കഴിഞ്ഞ് സർവശാസ്ത്ര പണ്ഡിതനായി ശ്വേതകേതു അച്ഛൻ്റെ ആശ്രമത്തിലേക്ക് മടങ്ങി. ആത്മവിദ്യ മാത്രം അയാൾക്ക് അഭ്യസിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ആത്മവിദ്യാവിഹീനമായ ശാസ്ത്രപാണ്ഡിത്യം ശ്വേതകേതുവിനെ അത്യന്തം ഗർവിഷ്ഠനാക്കി തീർത്തിരുന്നു. അച്ഛൻ്റെ മുമ്പിൽ പോലും വിനയത്തോടെ പെരുമാറാൻ അയാൾക്ക് കഴിഞ്ഞില്ല. ബൃഹദാരണ്യക ഉപനിഷത്തിലും ഇത്തരം അഹങ്കാരികളെക്കുറിച്ചുള്ള പ്രസ്താവനകളുണ്ട്. ബാലാഗി എന്നയാൾ ഏതാനും ഉപാസനകൾ അഭ്യസിച്ച് പല സിദ്ധികളും നേടി അഹങ്കരിച്ചു നടന്ന കഥ അവിടെ കാണാം. അയാൾ ഉശീനര ദേശത്ത് സഞ്ചരിച്ച് ദിഗ്വിജയം നടത്തി അനേകം ബ്രാഹ്മണരെ തോൽപ്പിച്ചു. ഒടുവിൽ കാശിയിലെത്തി ബ്രഹ്മജ്ഞാനികളിൽ അഗ്രഗണ്യനായിരുന്ന അജാതശത്രുവിനെ ഭീഷണിപ്പെടുത്താൻ ശ്രമിച്ചു. അവിടെ പരാജയപ്പെട്ട് തല കുനിക്കാനും ഇടയായി. ഇങ്ങനെ ശാസ്ത്രവാസന പലതരത്തിലും ആത്മജ്ഞാനത്തിന് തടസ്സമായി തീരുന്നു എന്നറിയേണ്ടതാണ്. ദേഹവാസന ആത്മാന്വേഷണത്തെ വിഘ്നപ്പെടുത്തുന്ന മറ്റൊരു വാസനയാണ് ദേഹവാസന. ആത്മത്വഭ്രാന്തി, ഗുണാധാനഭ്രാന്തി, ദോഷാപനയന ഭ്രാന്തി എന്നിങ്ങനെ ദേഹവാസന 3 വിധമുണ്ട്. അതിരു കവിഞ്ഞ ദേഹ ആസക്തി കൊണ്ട് ദേഹം തന്നെയാണ് ആത്മാവെന്ന് തെറ്റിദ്ധരിക്കുന്നതാണ് ആത്മത്വഭ്രാന്തി. ചൈതന്യമുള്ള ദേഹം തന്നെയാണ് ആത്മാവെന്ന് പ്രാകൃത ജനങ്ങളും ഭൗതികവാദികളും തെറ്റിദ്ധരിക്കുന്നതായി സൂത്രഭാഷ്യത്തിൽ ആചാര്യപാദർ വർണ്ണിച്ചിട്ടുമുണ്ട്. ഈ പ്രാകൃതപക്ഷം തെളിയിച്ചു കാണിക്കാനാണ് തൈത്തിരീയോപനിഷത്തിലും അന്നരസമയനായ പുരുഷനെക്കുറിച്ച് വിശദമായി പ്രതിപാദിച്ചിട്ടുള്ളത്. ഛാന്തോക്യോപനിഷത്തിലെ വിരോചനൻ്റെ കഥയും ഇതുതന്നെ വെളിപ്പെടുത്തുന്നു. വിരോചനൻ അസുര ചക്രവർത്തിയായിരുന്നു. പ്രജാപതിയിൽ നിന്നും അദ്ദേഹത്തിന് ഉപദേശവും ലഭിച്ചു. എന്നിട്ടും ചിത്തദോഷം നിമിത്തം സ്വശരീരത്തെ ആത്മാവെന്ന് തെറ്റിദ്ധരിച്ചു. ഈ ദേഹാത്മബുദ്ധിയെ തന്നെ അദ്ദേഹം അസുരന്മാർക്കൊക്കെ ഉപദേശിക്കുകയും ചെയ്തു. കലശലായ ദേഹവാസന നിമിത്തം ദേഹത്തിന് ചില പുതിയ ഗുണങ്ങൾ സമ്പാദിച്ചെടുക്കാനുള്ള യത്നമാണ് ഗുണാധാന ഭ്രാന്തി. ഈ ഗുണാധാന ഭ്രാന്തി ലൗകികമെന്നും ശാസ്ത്രീയമെന്നും 2 തരമുണ്ട്. മധുര ശബ്ദാദി ഗുണങ്ങൾ സമ്പാദിക്കാനുള്ള ശ്രമമാണ് ലൗകികം. സംഗീത വിദ്വാൻമാർ ശബ്ദത്തിന് കോമളത്വം നേടാനായി കുരുമുളക് ഭക്ഷിക്കുന്നതും തൈലപാനം ചെയ്യുന്നതും കാണാറുണ്ടല്ലോ. ദേഹത്തിന് മൃദുസ്പർശമുണ്ടാക്കാനായി ചിലർ പോഷകാഹാരങ്ങളും ഔഷധങ്ങളും പ്രത്യേകം തയ്യാറാക്കി ഉപയോഗിക്കുന്നു. സൗന്ദര്യം വർദ്ധിപ്പിക്കുവാനായി തേച്ചു കുളിക്കുന്നു, തിരുമ്മൽ നടത്തുന്നു, വിവിധ വസ്ത്രാലങ്കാരങ്ങൾ അണിയുന്നു, ദേഹത്തെ സുഗന്ധിയാക്കി തീർക്കുവാൻ പൂമാലയണിയുന്നു, ചന്ദനം പുരട്ടുന്നു, ശരീരത്തിന് ഗുണപുഷ്ടി നേടാനായി ഗംഗാസ്നാനം ചെയ്യുക, സാളഗ്രാമ തീർത്ഥാദി സമ്പാദിക്കുക, ഇവയൊക്കെയാണ് ശാസ്ത്രീയമായ ഗുണാധാന ഭ്രാന്തി. ദോഷാപനയന ഭ്രാന്തിയും ലൗകികമെന്നും വൈദികമെന്നും 2 വിധമുണ്ട്. ചികിത്സ കൊണ്ടും സ്നാനാദി ക്രിയകൾ കൊണ്ടും ശരീരദോഷങ്ങൾ അകറ്റാൻ ചെയ്യുന്ന ശ്രമമാണ് ലൗകികമായ ദോഷാപനയനം. ശൗച ആചമനാദി വൈദിക വിധിപ്രകാരം അനുഷ്ഠിക്കുന്ന ക്രിയകളാണ് വൈദികമായ ദോഷാപനയന യത്നം. ഈ ദേഹവാസനയും മലിനമാണ്. ദേഹാത്മബുദ്ധി അപ്രാമാണികമാണ്. എല്ലാ ദുഃഖങ്ങൾക്കും കാരണം ദേഹമാണ്. ദുഃഖസങ്കേതമായ ദേഹത്തിന് ഒരിക്കലും ആത്മത്വം ലഭ്യമാകുന്നതല്ല. ദേഹാത്മബുദ്ധിയെ
പ്രാമാണികന്മാരായ എല്ലാ ആചാര്യന്മാരും നിഷേധിച്ചിട്ടുമുണ്ട്. ദേഹത്തിന് പുതിയ ഗുണങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമവും മലിനവാസനയാണ്. ഗുണാധാനശ്രമം പ്രായേണ നിഷ്ഫലമായിട്ടാണ് കാണുന്നത്. പ്രസിദ്ധന്മാരായ ഗായകന്മാരും അധ്യാപകന്മാരും കഠിനയത്നം ചെയ്തിട്ടും ധ്വനിസൗഷ്ഠവം സമ്പാദിക്കാൻ കഴിയാതെ ക്ലേശിക്കുന്നതായി കാണുന്നു. മൃദുസ്പർശാദി ഗുണങ്ങളും നിയമേന ലഭ്യമാകുന്നതായി കാണുന്നില്ല. പുതുതായുണ്ടാക്കുന്ന സൗന്ദര്യ സൗഗന്ധ്യാദികൾ, വസ്ത്രം, പൂമാല തുടങ്ങിയ ബാഹ്യപദാർത്ഥങ്ങളെ ആശ്രയിച്ചുള്ളവയാണ്, അല്ലാതെ ദേഹനിഷ്ഠങ്ങളല്ല. അതുകൊണ്ടാണ് വിഷ്ണുപുരാണത്തിൽ ദേഹവാസനയെ കഠിനമായി നിന്ദിച്ചു കാണുന്നത്. മാംസം, രക്തം, കൊഴുപ്പ്, മലം, മൂത്രം, ഞരമ്പ്, മജ്ജ, അസ്ഥി ഇവ ഒരുമിച്ച് ചേർത്തുണ്ടാക്കിയിരിക്കുന്നതാണ് ശരീരം. ഈ ദേഹത്തിൽ സുഖം കാണുന്ന മഠയൻ നരകത്തിലും സുഖം കണ്ടുവെന്നു വരും. സ്വദേഹത്തിൻ്റെ ദുർഗന്ധം അനുഭവിച്ച് ഒരുവൻ വിരക്തനായി തീരുന്നില്ലെങ്കിൽ അവനിൽ സംസാര വൈരാഗ്യമുണ്ടാക്കുവാൻ മറ്റൊരുപദേശവും ഫലിക്കുന്നതല്ല. ശാസ്ത്രീയമായ ഗുണാധാനത്തിനും സ്ഥിരത കാണുന്നില്ല. ദുർബലങ്ങളായ ശാസ്ത്രവിധികൾ പ്രബലങ്ങളായ മറ്റു ശാസ്ത്രവിധികളാൽ തിരസ്കരിക്കപ്പെടുന്നു. ഒരു ജീവിയെയും ഹിംസിക്കരുത് എന്നൊരു വിധിയുള്ളതിന് അഗ്നിഷ്ടോമയാഗത്തിലെ പശുവിനെ കൊല്ലുക എന്ന അപവാദവും കാണുവാനുണ്ട്. ദേഹഗുണാധാനത്തിന് ഗംഗാസ്നാനാദി ശാസ്ത്രവിധികൾ ഉണ്ടെങ്കിൽ അവയെ നിഷേധിക്കുന്ന പ്രബലങ്ങളായ ശാസ്ത്രവിധികൾ വേറെയും കാണുവാനുണ്ട്. ശരീരത്തിൽ ആത്മബുദ്ധിയും ജഡവസ്തുക്കളിൽ സമ്പദ്ബുദ്ധിയും പുലർത്തുന്നവനെ മഹാഭാരതം പശുവോ കഴുതയോ ആയിട്ടാണ് ചിത്രീകരിക്കുന്നത്. പ്രസിദ്ധമായ മറ്റൊരു ശാസ്ത്രപ്രഖ്യാപനം ഇതാണ്: അത്യന്തമലിനോ ദേഹോ ദേഹി ചാത്യന്ത നിർമ്മലഃ ഉഭയോരന്തരം ജ്ഞാത്വാ കസ്യ ശൗചം വിധീയത്തെ. അത്യന്ത മലിനമാണ് ദേഹം, അത്യന്ത നിർമ്മലമാണ് ആത്മാവ്. ഈ ഭേദം ധരിക്കുമെങ്കിൽ പിന്നെ ആർക്കാണ് ശുദ്ധീകരണം? അത്യന്ത മലിനമായ വസ്തുവിനെ ശുദ്ധീകരിക്കാനോ അതിന് പുതിയ ഗുണങ്ങൾ ഉണ്ടാക്കി തീർക്കാനോ സാധ്യമല്ല. മാംസാസ്ഥി മലമൂത്ര നിർമ്മിതമായ ഈ ശരീരത്തെ ആശ്രയിച്ച് എന്ത് സുഖമാണ് അനുഭവിക്കാനുള്ളത് എന്ന ചോദ്യത്തിൽ കൂടി മൈത്രായണി ശാഖയിൽപ്പെട്ട ശ്രുതി ദേഹത്തിൻ്റെ ഈ അത്യന്ത മാലിന്യം സ്പഷ്ടമാക്കിയിരിക്കുന്നു. ഈ ദേഹം സ്ത്രീ പുരുഷ സംയോഗം കൊണ്ടുണ്ടായത്, ജ്ഞാനലേശം പുരളാത്തത്, നരകത്തിൽ നിന്ന പോലെ മൂത്രദ്വാരത്തിൽ നിന്നും പുറത്തു വന്നത്, അസ്ഥികൾ വെച്ചുകെട്ടി മാംസം കൊണ്ട് യോജിപ്പിച്ച് തൊലി കൊണ്ട് പൊതിഞ്ഞ് മലമൂത്ര പിത്ത കഫ മജ്ജ അവസാദി അഴുക്കുകൾ കൊണ്ട് നിറഞ്ഞതാണ്. അതുകൊണ്ടിത് മാലിന്യങ്ങളുടെ ഒരു സംഭരണശാലയാണ് എന്നും ശ്രുതി ഘോഷിക്കുന്നു. ചികിത്സ കൊണ്ടുള്ള രോഗശാന്തിയും ദേഹത്തിന് സ്ഥിരമല്ല. ശാന്തമായ രോഗം ചിലപ്പോൾ വീണ്ടുമുണ്ടാകുന്നു. നവദ്വാരങ്ങളിലും രോമകൂപങ്ങളിലും കൂടി നിരന്തരം അഴുക്ക് ഒലിച്ചുകൊണ്ടിരിക്കുന്ന ഈ ദേഹത്തെ ശുദ്ധമാക്കി വയ്ക്കുവാൻ ആർക്കു കഴിയും? അതുകൊണ്ടാണ് പൂർവാചാര്യന്മാർ ദേഹത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു കാണുന്നത്: നവഛിദ്രയുതാ ദേഹ സ്രവന്തി ഘടിക ഇവ ബാഹ്യശൗചൈർന ശുദ്ധ്യന്തി നാന്തശൗചം ന വിദ്യത്തെ. നവഛിദ്രങ്ങളോടു കൂടിയ ദേഹം ഉടഞ്ഞ ജലപാത്രമെന്ന പോലെ സദാ അഴുക്കൊലിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പുറമേ ശുദ്ധീകരിച്ചതുകൊണ്ടൊന്നും ഇത് ശുദ്ധമാകുന്നതല്ല. ഉള്ളിൽ ഇതിനൊരു ശുദ്ധീകരണം സാധ്യവുമല്ല. അതുകൊണ്ട് ദേഹവാസന മലിനമാണ്. ദേഹവാസനയുടെ ഈ മാലിന്യം വസിഷ്ഠൻ രാമന് വിവരിച്ചു കൊടുക്കുന്നുണ്ട്. കാലു മുതൽ തല വരെയുള്ള ഈ ശരീരമാണ് ഞാൻ. ഇത് അച്ഛനന്മമാർ നിർമ്മിച്ചു തന്നതാണ്. ഈ വിചാരം സത്യദൃഷ്ടിയെ മറയ്ക്കുന്നു. അതുകൊണ്ട് ഇപ്രകാരമുള്ള ദേഹവാസന ബന്ധകാരണമായി ഭവിക്കുന്നു. ദേഹമാണ് ഞാനെന്ന ചിന്തയിലാണ് കാലപാശം ബന്ധിച്ചിരിക്കുന്നത്. സംസാരക്കടലിൽ കാലധീവരൻ എറിഞ്ഞിരിക്കുന്ന വലിയൊരു വലയാണത്. വാളുകളാകുന്ന ഇലകൾ കൊണ്ട് നിറഞ്ഞ ഒരു കൊടും കാടാണ് ആ ചിന്ത.
സർവനാശം സംഭവിക്കുമെന്ന് വന്നാൽ പോലും ഞാൻ ദേഹമാണെന്ന ചിന്ത ഉപേക്ഷിക്കപ്പെടേണ്ടതാണ്. സത്യം കാണാൻ കൊതിക്കുന്നയാൾ ആ വിചാരത്തെ സ്പർശിക്ക പോലും അരുത്. ശ്വാവിൻ്റെ മാംസം തിന്നുന്ന ചണ്ടാളനെ പോലെ അതിനെ അങ്ങകലെ മാറ്റി നിർത്തേണ്ടതാണ്. വാസനാത്യാഗം. ലോകവാസന, ശാസ്ത്രവാസന, ദേഹവാസന ഇവ മൂന്നും നാം വിവരിച്ചു കഴിഞ്ഞുവല്ലോ. അവിവേകികളായ ലൗകികന്മാർ ഈ വാസനകളെ അഭിമാനത്തോടെ കൈക്കൊള്ളുന്നു. ആത്മബോധത്തിന് ഇവ തടസ്സമായതുകൊണ്ട് ഒരു സത്യാന്വേഷി ഈ 3 വാസനകളെയും കൈവെടിയേണ്ടതാണ്. നിരന്തരമായ സത്യനിഷ്ഠയെ തടയുന്നതുകൊണ്ട് ജ്ഞാനലാഭമുണ്ടായ ആളും ഇത് ഉപേക്ഷിക്കേണ്ടതാകുന്നു. ഈ 3 വാസനകളും ഉള്ളിടത്തോളം കാലം വ്യക്തമായ വസ്തുജ്ഞാനം ഉണ്ടാകുന്നതല്ല. നേരത്തെ വിവരിച്ചിട്ടുള്ള ദംഭം, ദർപ്പം തുടങ്ങിയ ആസുര സമ്പത്തുകളാണ് മാനസവാസന. അത് നരകഹേതുവായതുകൊണ്ട് മലിനമാണെന്ന് സുപ്രസിദ്ധമാണ്. അപ്പോൾ ലോകാദിവാസനകൾ ഉൾപ്പെടെ വാസന 4 തരം. ഈ 4 തരം വാസനകളെയും ഒരു സത്യാന്വേഷി ക്ഷയിപ്പിക്കേണ്ടതാകുന്നു. മനോനാശം. ഓഡിയോ ബുക്ക് തുടരുന്നതാണ്.